വീരനാട്യം എന്നുള്ളൊരു പേരിട്ട് അങ്ങനത്തെ ഒരു കലാരൂപമേ സൃഷ്ടിച്ച ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. എത്ര നാളത്തേക്ക് നേരത്തെ ബുക്കിംഗ് കഴിയും? ഓണത്തിന്റെ ഒക്കെ ഇപ്പോഴേ ബുക്കിംഗ് ആയി. ഈ വട്ടത്തെ ഓണത്തിന്റെ ഒക്കെ ബുക്കിംഗ് കഴിഞ്ഞു. 2027 ഏപ്രിൽ മാസം വരെ ബുക്കിംഗ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ടീമിലെ എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പം മുരുകനായിട്ട് വന്ന കുട്ടി ആയിക്കോട്ടെ, എല്ലാവരും നമ്മൾ നോക്കും. എല്ലാവരും അതിന് ആപ്റ്റാണ്. എല്ലാവരും എന്താ പറയുക, ഫുൾ എഫേർട്ട് ഇട്ടാണ് അതിന് വേണ്ടി നിൽക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടീമിന്റെ വലിയൊരു പ്രത്യേകത. അത് തന്നെയാണ്. പൈസ ഇട്ട് കൊടുക്കുക, പൈസ കുത്തുക, മാലിട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും നമ്മൾ കൂടുതലും ചെയ്യിപ്പിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ചിലവർ വെള്ളമടിച്ചിട്ടൊക്കെ ആയിരിക്കും വന്ന് കുത്തുക. അപ്പൊ ചിലവർ വന്നിട്ട് നമ്മളിങ്ങനെ പൈസ കുത്തിയിട്ട് തോളിൽ ഷോൾഡറിൽ തട്ടിയൊക്കെ പോകുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വീരനാട്യം കൊണ്ടുവന്ന് നമ്മളത് ജനപ്രിയമാക്കിയിട്ട് കൈകൊട്ടിക്കളിയിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങളിതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ നമ്മൾക്കുള്ള കുത്തിത്തിരിപ്പുകൾ വരുന്നുണ്ട്. നമ്മൾ ഗ്രൂപ്പ് മെമ്പറായിട്ടുള്ള ബിന എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മ, ആള് ഡയാലിസിസ് പേഷ്യൻ്റ് ആയിരുന്നു. പെട്ടെന്നാണ് ആൾക്ക് അസുഖം വന്ന് കൂടിയിട്ട് മരണപ്പെടുന്നത്. ഞങ്ങൾക്ക് പ്രോഗ്രാമുള്ള ദിവസമായിരുന്നു. ഞങ്ങൾ പ്രോഗ്രാമിന് ഇറങ്ങണ വഴിക്കാണ് ബോഡി കൊണ്ടുവരുന്നതും. പെട്ടെന്നാണ് ആള്. അപ്പം അഭിനയില്ല, ഗ്രൂപ്പിലില്ല. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി പ്രോഗ്രാം വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു പുതിയ പാട്ട് പഠിക്കണം, ഇപ്പോൾ അത് പ്രാക്ടീസ് വേണമല്ലോ ഡെഫിനറ്റ്ലി. അപ്പോൾ അത് ഏത് ഗ്യാപ്പിലൊക്കെ ചെയ്യാറ്? അത് പ്രോഗ്രാം ഇല്ലാത്ത ടൈം ഇപ്പം ഇല്ല. പ്രോഗ്രാം ഇല്ലാണ്ടാവും. അല്ലെങ്കിൽ രാവിലെയൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞായറാഴ്ച ഒക്കെ രാവിലെയൊക്കെ പ്രാക്ടീസ് ചെയ്യും എല്ലാവരും ഉണ്ടാവുമ്പോൾ. ഓ ഓക്കെ. അപ്പോൾ ഈ വൈകുന്നേരം പ്രോഗ്രാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യും? ചില ടൈമിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു പുതിയ പാട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പഠിക്കാൻ എത്ര നേരം എടുക്കും? 10-20 മിനിറ്റോടെ സ്റ്റെപ്പൊക്കെ എടുത്ത് കഴിയും. അത്ര സമയം കൂടെ സ്റ്റെപ്പ് ഇട്ട് കഴിയും? ആ ഓക്കെ. പിന്നെ പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് സെറ്റ് ആവും. ആള് ഭയങ്കര കഷ്ടപ്പെട്ട് എൻ്റെ വായിന്ന് 2 വാക്ക് വീട്ടത്തില്ല. ഞാൻ ബുദ്ധിമുട്ടി എല്ലാത്തിനും തുടക്കിട്ട് വരും. ബാക്കി ഞാൻ ഫില്ലുന്ന ബ്ലാങ്ക്സ് ചെയ്യണം. അത് 10-20 അപ്പൊ ഞാൻ ബാക്കി ഇടണം. ഇങ്ങനെയാണോ ആള്? മിണ്ടത്തില്ല, സൈലന്റ്. ഇത്രയും ഫാൻസ് ഒക്കെ ഉള്ളതല്ലേ? ചിലപ്പോ ഇന്റർവ്യൂ കാണുന്നവർ എനിക്ക് പോലെ ആവണമെന്നില്ല. ഞാനും ഞാൻ പറഞ്ഞില്ലേ ജിൻസിക്കാണ് നമ്മുടെ കൂടെ ഉള്ള ക്യാപ്റ്റൻ. രണ്ടും ഞങ്ങൾ ചില നേരത്ത് നല്ല ദേഷ്യം വരും. എന്ന് വെച്ചാല് ഈ കറക്റ്റ് ടൈമിനൊക്കെ ചെല്ലേണ്ട സംഭവങ്ങൾ ഉണ്ടല്ലോ. 9:30 ചെന്ന സമയം 7 മണി പ്രോഗ്രാമിനൊക്കെ ഞങ്ങൾ 2:30 ഇന്റർവ്യൂവിന് 3:30 വന്ന പോലെ ബാക്കി ഞങ്ങൾ വിചാരിച്ചത് കമ്മിറ്റിക്കാർ ഞങ്ങളിത് പെരുമാറുന്നു. പക്ഷെ പടക്കൊക്കെ പൊട്ടിച്ചിട്ടാ ഞങ്ങളെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കി സ്വീകരിച്ചു കൊണ്ടുപോയത്. അത്ര നല്ല പാലക്കാട് ഷെഡുങ്കുന്ന് എന്ന് പറയണ അവിടെ. അതുപോലെ തന്നെ ഉണ്ട് പാലക്കാട് ഭാഗത്താണ് കൂടുതൽ ഫാൻസ്. അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പാലക്കാട്. അന്ന് ശരിക്കും പറഞ്ഞാല് പുറത്തോട്ട് പോകാനുള്ളൊരു ഇതില്ല. എന്ന് വെച്ചാൽ ഒരുപാട് ദേശങ്ങൾ നടത്തുന്ന പ്രോഗ്രാമിൻ്റെ ആലിംഗലമ്മ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നിട്ട് എത്ര ജനങ്ങളുണ്ടായിരുന്നു. അവസാനം വരെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു, ക്രൗഡ്. അപ്പൊ അവര് തന്നെ കമ്മിറ്റിക്കാർ തന്നെ പറയാ ഞങ്ങളൊരു പ്രതീക്ഷിച്ചില്ല ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത വർഷത്തേക്കും ബുക്ക് ചെയ്തു. നിങ്ങൾക്ക് എത്ര നാളത്തേക്ക് നേരത്തെ ബുക്കിംഗ് കഴിയും? ഓണത്തിന്റെ ഒക്കെ ഇപ്പോഴേ ബുക്കിംഗ് ആയി. ഈ വട്ടത്തെ ഓണത്തിന്റെ ഒക്കെ ബുക്കിംഗ് കഴിഞ്ഞു. 2027 ഏപ്രിൽ മാസം വരെ ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇത് കൊള്ളാലോ. ഈ വട്ടത്തെ ഓണം പോലും ആയിട്ടില്ല, അടുത്ത ഓണത്തേക്ക് ഒരു ബുക്കിംഗ് കഴിഞ്ഞു. നമ്മൾക്കെന്ന് വെച്ചാലേ കിട്ടണില്ല. അവര് ചോദിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ബുക്കിംഗ് ആയിട്ടുണ്ടാവും. അപ്പൊ ആലിംഗലമ്മ ആണ് നമ്മളെ ഇങ്ങനെ കൈകൊട്ടിക്കളി ഏത് വേണമെന്ന് പറഞ്ഞാല് സെലക്ട് ചെയ്ത ഫസ്റ്റ് ആലിംഗലമ്മയാ. അപ്പൊ ആ സമയത്ത് ബുക്കിംഗ് ഇല്ലാതെ നേരത്തെ ബുക്ക് ചെയ്തു. ഇപ്പൊ ഈ അടുത്ത് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ പോയത് 3 വർഷമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അത് കിട്ടാനായിട്ട് ഈ മാർച്ച് 2027 ബുക്ക് ചെയ്തിട്ടു അവര്. ഈ 3 വർഷം ഞങ്ങൾ കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് 2027 മാർച്ച് 7-ാം തീയതി
ബുക്ക് ചെയ്തിട്ടുണ്ട്. വിഷമം വരൂലേ അവർക്കും ആണെങ്കിലും ഇങ്ങനെ നോക്കി നോക്കി കിട്ടുന്നില്ല എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്കാണൊന്നും ചെയ്യാനും പറ്റൂല, ഡേറ്റ് എല്ലാം ചെയ്യണല്ലേ, അഡ്വാൻസ് ചെയ്ത് അഗ്രിമെന്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പം പൊതുവെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമന്റ്സിലൊക്കെ കാണുമ്പോൾ ഇപ്പം ക്യാപ്റ്റൻ ഇത്രയും കുട്ടികളുണ്ട്, 10-22 പേരുണ്ട്, ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ എന്ത് കിട്ടാനാ, അങ്ങനത്തെ ഒരു സംസാരം എല്ലായിടത്തും ഉണ്ടാവും. ഇല്ലെങ്കിൽ ആ കിട്ടുന്ന പൈസയുടെ എന്താന്ന് വെച്ചാലും കൂടുതലും മെയിൻ ആളായിട്ടായിരിക്കും കൊണ്ടുവന്നത്, ക്യാപ്റ്റൻ ആയിരിക്കും കൊണ്ടുവന്നത്. ആലിംഗലമ്മ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാപ്റ്റൻ എന്നോ കൊറിയോഗ്രാഫർ എന്നോ ടീം അംഗങ്ങളൊന്നും ഇല്ല. ഇപ്പോ ഞങ്ങൾക്ക് കൂടുതലും പൈസ കുത്തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏർപ്പാടുണ്ടല്ലോ, നമ്മൾക്ക് പൈസ ഇട്ട് കൊടുക്കുക, പൈസ കുത്തുക, മാലിട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും നമ്മൾ കൂടുതലും ചെയ്യിപ്പിക്കാറില്ല. കാരണം എന്ന് വെച്ചാല് കൂടുതലും ചെയ്യാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ആ പരിപാടിയുടെ ഫ്ലോ അങ്ങോട്ട് പോകും. നല്ല സ്പീഡിന് വരുന്ന സമയത്തായിരിക്കും കൂടുതലും ആൾക്കാർ വന്നിട്ട് മാലയിടണത്. അപ്പൊ കൂട്ടിയിടി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ. പിന്നെ പുറത്തുനിന്ന് ചിലവര് വെള്ളമടിച്ചിട്ടൊക്കെ ആയിരിക്കും വന്ന് കുത്തുക. അപ്പൊ ചിലവര് വന്നിട്ട് നമ്മളിങ്ങനെ പൈസ കുത്തിയിട്ട് തോളില് ഷോൾഡറിൽ തട്ടിയൊക്കെ പോകുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കില്ല. അപ്പൊ നമ്മള് പറയാം, കമ്മിറ്റിക്കാരോട് പറയും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ മാതൃസമിതിയാ അല്ലെങ്കിൽ കമ്മിറ്റിയിലുള്ള ആൾക്കാരോ ചെയ്താൽ മതി, പുറത്തുനിന്ന് ഒരാളും ചെയ്യേണ്ട. അത് ഞങ്ങളുടെ ടീമിന്റെ കാര്യം ഞങ്ങൾ പറയാം, മറ്റുള്ള ഒരു കാര്യം നമ്മൾ പറയില്ല. അല്ലെങ്കിൽ അമ്മ ടീമിന് ചെയ്തു തരേണ്ട കാര്യം ഇതാണെന്ന് പറയും. പിന്നെ അഥവാ പൈസ ഇപ്പൊ എനിക്ക് ചിലപ്പോ 50 കുത്തും, അവിടെ കൊണ്ടുവന്ന് ചിലപ്പോ നോട്ടുമാല ഇടും, വലിയ നോട്ടുമാല ഇടും, 500ന്റെ തന്നെ ഇടും, ഇവൾക്കും അങ്ങനെ തന്നെ ഇടുകയൊക്കെ ചെയ്യും. ഭയങ്കരമായിട്ട് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് കയറിപ്പോയി നോട്ടുമാലിട്ടതിന്റെ അർച്ചട, അത് നമ്മൾ തന്നെ എടുക്കും. ഇല്ല, ടീം മൊത്തമായിട്ട് സമമായിട്ട് എടുക്കും. അതും എല്ലാരും കൂടെ നമ്മുടെ പ്രോഗ്രാമിന്റെ എമൗണ്ടും അങ്ങനെ എല്ലാം കൂടി പ്ലസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാം നിങ്ങൾ ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യും. അതിപ്പോ ഒരു 7 സെറ്റ് പാട്ടാണ് ഞങ്ങൾ കളിക്കുക. ആ 7 സെറ്റ് പാട്ടില് ഒരാള് 6 എണ്ണം കളിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അങ്ങനെ ഉള്ള പൈസ കുറക്കും. അതായത് 7 സെറ്റ് പാട്ട് നമ്മൾ ചെയ്യും. ഒരു പാട്ട് വരണ ആലിംഗലമ്മയുടെ പാട്ട് എന്ന് വെച്ചാൽ 20 മിനിറ്റ് കൂടുതൽ ഒരു പാട്ടും ഇല്ല. എല്ലാവരും 20 മിനിറ്റിന്റെ ഉള്ളിലാണ് വരുന്നത്. ഒരു പാട്ടും ഇല്ല ഞങ്ങളുടെ. 20 മിനിറ്റ് കൂടി വന്നാൽ 20 മിനിറ്റ് ഉണ്ടാവില്ല, എന്നാലും 20 മിനിറ്റ് ഒക്കെ. ഇപ്പൊ വേറെ ടീമിനായിട്ടൊക്കെ കളിക്കണമെങ്കിലും ഞങ്ങൾ 20 മിനിറ്റ് തന്നെ കളിക്കുള്ളൂ, അതിൽ കൂടുതൽ എടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ബോറടിക്കാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് ആ ഒരു സംഭവം. എന്ന് വെച്ചാൽ 3/4 മണിക്കൂറൊക്കെ നിന്ന് കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ വന്നിട്ട്. അപ്പൊ ആ സമയം പോകുമ്പോൾ ആൾക്കാർ ഒരുപാട് പേര് നമ്മളടുത്ത് അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ 20 മിനിറ്റ് ആക്കിയത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോ 20 മിനിറ്റിൽ അല്ലെങ്കിൽ 15 മിനിറ്റിൽ തന്നെ ആയിട്ട് 7 സെറ്റ് പാട്ടുണ്ടാവും. അതിന് ഏതെങ്കിലും ഒന്നിന്ന് ഒരാൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവർക്കും ക്ഷീണുണ്ട്. അപ്പൊ ചിലവര് കാലുവേദന എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുമ്പോ നമ്മ എല്ലാവരും മാറി കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇടുന്ന എഫേർട്ട് എന്താണോ അതിനുള്ള ഒരു പേയ്മെന്റ് നമുക്ക് കിട്ടിയിട്ടിരിക്കും. ഓക്കെ, കുറെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇതിന്റെ അകത്ത് നടക്കുന്നുണ്ടല്ലേ, വിചാരിക്കുന്നവരല്ല കുറെ സംഭവങ്ങളുണ്ട് ഇതിന്റെ അകത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇതായ നല്ല രീതിയിൽ മുന്നോട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് മുന്നോട്ട് പോണത്. 22 എണ്ണം 23 എണ്ണം ഉണ്ടെങ്കിൽ 23 സ്വഭാവ. അതെങ്ങനെയായിരിക്കും ഇപ്പറേ പിടിച്ചുകൊണ്ടിരുമ്പോൾ അപ്പുറത്ത് കൂടെ പോണത്. പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ കൊണ്ടുനടക്കാനായിട്ട്. പക്ഷെ നമ്മൾക്ക് ആ ഒരു റെസ്പെക്ട് അവർ തരുന്നുണ്ട്. ചേച്ചി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, ചേച്ചി ഇതിന്റെ പിറകെ കൂടെ ഓടുന്നുണ്ട്, അല്ലെങ്കിൽ ചേച്ചിമാര് രണ്ടാളും ഞങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ആ ഒരു ബോധമുള്ള കുട്ടികളാണ്. ആ ഒരു ഭാഗ്യം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അമ്മ ഗ്രൂപ്പ്. നിങ്ങൾ മൊത്തത്തിൽ ഇപ്പൊ എത്ര പാട്ട് പഠിച്ചിട്ടുണ്ടാവും മൊത്തത്തില്? ഇപ്പൊ ഒരു സെറ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിലൊരു 3, 4, 5 പാട്ട് അങ്ങനെയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും പാടാം ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എല്ലാം കൂടെ കുറെ പാട്ടുണ്ടാവും മൊത്തത്തില്. ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നു? എനിക്ക് മൊത്തത്തിൽ ആലോചിച്ചിട്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുടെ പ്രോഗ്രാമിൽ ശ്രദ്ധിച്ചത്, അന്ന് ഞാൻ കാണുന്ന സമയത്ത് ഒരു ചേച്ചിയുടെ മുടി അഴിഞ്ഞുപോയി. അത് എവിടെ വേണേ പോകട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ആ ചേച്ചിയുടെ പേര് എനിക്ക് അറിയില്ല. ആ ചേച്ചിയുടെ മുടി ആദ്യം ലൂസായി, അത് അഴിഞ്ഞു. അത് അഴിഞ്ഞു. പിന്നെ ആ വട കെട്ടിയ സാധനം പോയി, മുടിയിലെ എല്ലാ സാധനങ്ങളും പോയി, വെച്ചിരുന്ന മൊത്തത്തിൽ പോയി. ആരെ ബാധിക്കാൻ? പുള്ളിക്കാരി ഒരു സെക്കൻഡ് അതൊന്ന് ശ്രദ്ധിക്കുമെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ പോലും അതൊരു സംഭവം എൻ്റെ മുടിയിലല്ല നടന്നത്. അങ്ങനെ ആക്റ്റീവായിട്ട് എന്നിട്ട് കഴിഞ്ഞിട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ആ സാധനം എടുത്തിട്ട് പോയി റെഡിയായിട്ട് അടുത്ത പാർട്ടി വന്ന് കയറുകയും ചെയ്തു. അപ്പൊ അത് നിങ്ങളായിട്ട് കൊടുത്തിട്ടുള്ള ലൈക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. എന്തെങ്കിലും അതായത് ഫൈൻ ഇടുന്നൊക്കെ പറയണ പോലെ ശ്രദ്ധിച്ചൊന്നില്ലെങ്കിൽ ഇതിനൊക്കെ എല്ലാത്തിനും ഒരു ഫൈൻ ഇടണ നല്ലതാണ്. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്. ഫൈൻ കേൾക്കുമ്പോ ഒരു പേടിയുണ്ട്. ഫൈൻ നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുമ്പോ കട്ട് ചെയ്യുമോ? അതോ കട്ട് ചെയ്യും. അത് മൈനസ് ചെയ്തിടും അവിടെ. അത് ഗ്രൂപ്പിന്റെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിട്ട് മാറ്റി വെക്കും ആ പൈസ. കൊള്ളാലോ ഇത്
ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ചേച്ചി ഫൈൻ എന്നുള്ളത്? അത് ജിൻസി കണ്ണനല്ലേ, അതുകൊണ്ട് നമ്മളെ ക്യാപ്റ്റൻ ആയിട്ടുള്ള എല്ലാരും കൂടെ. ആള് പണ്ട് സ്കൂൾ ലീഡർ ആയിരുന്നാ തോന്നുന്നത്. മിണ്ടിയ ഫൈനൊക്കെ അടിച്ച് ശീലം ഉണ്ടെന്ന് സ്കൂളില് തോന്നുന്നു. ഫസ്റ്റ് ആയിരുന്നു അതന്നെ, പഠിക്കാൻ. വെറുതെ അല്ല. ഇപ്പൊ കോടതിയില വർക്ക് ചെയ്യണം, ജഡ്ജിയുടെ പേഴ്സണൽ സ്റ്റാഫാ. ഓക്കെ. മോതിരം മൂക്കുത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ 22 പേർക്കും ഗിഫ്റ്റ് ആയിട്ട്, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥിരം ഫാൻ ഉണ്ട് ഞങ്ങൾക്ക്, മീനു എന്ന പേര്. ആലപ്പുഴയിലുള്ളതാ. അത് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലേക്ക് എവിടേക്ക് പോയാലും അവള് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുതരും. ട്രെയിനിലടക്കം നമ്മൾക്ക് ഫുഡ് എത്തിച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. അത്രക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നയനയുടെ ഫാനായിട്ട് വന്നതാണ്, പിന്നെ ആലിംഗൽ അമ്മനായിട്ട് മൊത്തം ഫാനായി മാറി. അപ്പൊ എല്ലാവരുടെ ബർത്ത്ഡേ വരുമ്പോ അവൾക്ക് പറ്റണത് അവള് ഗിഫ്റ്റ് അയക്കും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് പറയും ഇന്നൊരിക്കൽ ഇന്ന് ചെയ്യാൻ പറയും. ചെരുപ്പ്, ഡ്രസ്സ്, ചോക്ലേറ്റ്, അങ്ങനെ എല്ലാം ഉണ്ടാവും. കേക്ക് അടക്കം എല്ലാം ഉണ്ടാവും. കൊള്ളാം. നല്ല എന്ന് വെച്ചാലേ ഇതൊരു ഫാമിലിയാണ്. നിങ്ങൾ പുതിയ പുതിയ ആൾക്കാരെ എടുക്കുന്നത് എങ്ങനെയാ? ഇപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള, ഇപ്പൊ ഞാൻ ഈ കണ്ട പ്രോഗ്രാമിൽ തന്നെ ലാസ്റ്റ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കളിക്കാൻ വരാന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് എല്ലാവരും അതിനകത്ത് വന്നു തോന്നുന്നു. അതിൽ ഇഷ്ടംപോലെ ആൾക്കാർ നന്നായിട്ട് കളിക്കുന്നവരുണ്ട്. അവർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ മാറുവാണ്, അപ്പൊ അങ്ങനെ ഒരാളെ എടുക്കണം, അപ്പൊ അതെങ്ങനെയായിരിക്കും? ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും ആള് എടുക്കുന്നുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ആൾക്കാരെ കൂടുതൽ പ്രിഫർ ചെയ്യുക. കാരണം പ്രാക്ടീസ് ഉണ്ടാവും, 10 മണി വരെ ഒക്കെ പ്രാക്ടീസ് ഉണ്ടാവും. ഇപ്പൊ ആലപ്പുഴയിൽ നിന്നൊക്കെ ഒരു ചേച്ചി ചോദിച്ചു ഹോസ്റ്റലിൽ വന്ന് നിൽക്കുക. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അടുത്ത ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എന്താണ് വക്കീലിന് പഠിക്കുന്ന കുട്ടിയാണ്. അത് LLB ചെയ്തുകൊണ്ടിരിക്കണേണ്. ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ട് എൻ്റെ മോൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് അല്ലെങ്കിൽ അമ്മയിലേക്ക് എടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല, അകലേന്നൊന്നും ഒരാളെ എടുക്കില്ല. പിന്നെ നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയും ഞായറാഴ്ച മാത്രം വരാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുറേ പേരിട്ടാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് UK-യിലുള്ളത്. അപ്പോൾ അവള് ലീവിന് വന്നിരുന്നു. അപ്പൊ എനിക്ക് മെസ്സേജ് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് നാട്ടിലേക്ക്, അപ്പൊ ഒരു പാട്ടിലെങ്കിലും എന്നെ ഒന്ന് ആഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു പ്രാക്ടീസ് ഇല്ലാണ്ട് പറ്റില്ല. എന്നിട്ട് കരച്ചിലായി, എനിക്ക് കളിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, കാര്യം ഭയങ്കര കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പറയുന്ന ആരെങ്കിലും ലീവ് ഉണ്ടാവില്ല, അപ്പൊ അവരുടെ സെറ്റ് മുണ്ട് എടുത്ത് ഞാൻ എന്നിട്ട് എന്നെ കൊണ്ട് ഡാൻസ് സ്റ്റെപ്പൊക്കെ കളിപ്പിച്ചു നോക്കി. നിങ്ങൾ ഈ വീണ കാര്യം പറഞ്ഞപ്പോ ഞാൻ കണ്ടപ്പോഴും ഒരാള് ഇങ്ങനെ കാല് മടങ്ങി വീഴാൻ പോയി അന്ന്. പക്ഷെ വീണതും എണീറ്റതും ഞങ്ങള് പോലും അറിഞ്ഞില്ല. ആള് വീണു, ആളപ്പം തന്നെ എണീറ്റു. നമ്മളെ കൊറിയോഗ്രാഫറാണ് വീണത്. ആണല്ലേ? വീണു, ആൾ എണീറ്റു. അപ്പുറം ഇപ്പുറം നിൽക്കുന്നവര് ചെറുതായിട്ടൊരു ചിരി വന്നു. ആ ചിരി വന്നപ്പോഴാണ് അവര് വീഴാൻ പോയി എണീറ്റു എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. തീപ്പന്തത്തിന്റെ ഇടയിൽ കാല് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അത് ആഴ്ചയിലാണ് ഇപ്പൊ അവള് ജോലിക്ക് കയറിയാറുണ്ട്. അവള് ആഴ്ചയില് ഒരു ദിവസം അല്ലെങ്കിൽ ശനി ഞായർ മാത്രം വരാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് പൊള്ളിയപ്പോ ഞാൻ പറഞ്ഞു ഡി കളിക്കണ്ട, മാറിയിരുന്നു. ഒന്ന് പോയി ചേച്ചി, ഞാനേ കളിക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ മാറിയിരിക്കാണ്. അങ്ങനെയൊക്കെ വേറെ എന്തെങ്കിലും അങ്ങനത്തെ കാര്യം നിങ്ങൾ ഒരുപാട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ തീപ്പന്തമൊക്കെ വെച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് ജസ്റ്റ് സ്ലോയിലല്ല, നിങ്ങൾ നല്ല അത്യാവശ്യം നല്ല ഇതായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാനൊരു ദിവസം ഇരുന്ന് കത്തിയനാ. സ്ഥലം കുറവായിരുന്നു. അപ്പൊ ഈ പോപ്പർ ഞങ്ങൾ ഈ കാവടി ചില കമ്മിറ്റിക്കാര് പോപ്പർ ഇടും. പോപ്പർ ഇട്ടാ വീഴും, നമുക്ക് കളിക്കാൻ പറ്റില്ല. തെന്നി അമൃതൊക്കെ അപകടം പറ്റി അങ്ങനെയാ കൂടുതലും. കാരണം പോപ്പറിൽ തെന്നിങ്ങനെ ഇതേ കിടക്കണം അത്ര. അവിടെ പിന്നെ ഉണ്ടാവണത് പ്ലാസ്റ്റർ ഇട്ട് കിടക്കാന്നുള്ള അങ്ങനെയാണ്, കുറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ തീപ്പന്തം കൈ പിടിച്ചിട്ട് ഇങ്ങനെ വീശിയ വശം തന്നെ കാലുമടങ്ങി ഞാൻ വീണെത്തിട്ട് ഞാൻ തീപ്പന്തം വെച്ചിട്ട് എന്റെ സെറ്റിന്റെ അടുത്താ ഒരു പയ്യൻ വന്ന് തട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് കത്തിയാണ്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് പേരൻസ് തന്നെ എല്ലാരും ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണല്ലേ. അല്ലെങ്കിൽ പിന്നാമ്പുറം അങ്ങനെ വന്നിട്ട് വെച്ചാല് ഓരോ വേറൊരു ടീമുണ്ട്. അവര് വന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ ഹെൽപ്പ് ചെയ്യാ, ചുറ്റിനും നിന്നിട്ടൊക്കെ ചെയ്തൊക്കെ തരും. നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഇപ്പം എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കുന്നതാണോ അതോ കാവടി ഞങ്ങൾക്ക് ആദ്യം സ്പോൺസർ ചെയ്തതാ. അതൊരു കാവടിക്ക് എന്ന് വെച്ചാൽ നല്ലൊരു തുക വരും. എങ്ങനെ ഒരു 6 രൂപ വരും ഒരു കാവടിക്ക് മാത്രമായിട്ട്. അതൊരു 8 എണ്ണം ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തു തന്നു. നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട്. ഈ പ്രോപ്പർട്ടീസിന്റെ ഐഡിയയും എവിടുന്നാ വരുന്നത്? കാര്യം ഇന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം നമുക്ക്. കാവടി, പിന്നെ ഈ പറഞ്ഞ തീപ്പന്തം, കുറെ സംഭവങ്ങൾ, മയിൽപ്പീലി, വേല് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഐഡിയ അങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിക്കുമ്പോ വന്നു പോണ ഐഡിയകളാണ്. എന്തെങ്കിലും വേണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ളൊരു രീതിയിൽ. ആദ്യം കൈകുട്ടികൾ അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പറയും
പുതിയത് എന്തെങ്കിലും കൊണ്ടുപോയോ, വെറൈറ്റി വേണം. അപ്പൊ നമ്മൾ അല്ല, അവര് പറയുന്നത് ശരിയാണ്, സെയിം തന്നെ കളിച്ചുകൊണ്ടിരുന്നാൽ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അങ്ങനെ തെയ്യം, കാവടി അങ്ങനൊക്കെ ആലോചിച്ചപ്പോ കാളി അങ്ങനെയൊക്കെ കൊള്ളുന്നു. ഓരോ വെറൈറ്റി ഒക്കെ. ഇതില് കാളിയാണ് ഇരിക്കുന്ന ഒരു കാളി. ഓക്കെ, അന്നൊരു കുഞ്ഞു കുട്ടിയായിരുന്നു തോന്നുന്നു ശിവാനി. ആളൊക്കെ ഭയങ്കര. അവള് 10th നിങ്ങളുടെ ടീമിലെ ലൈക്ക് എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പം മുരുകനായിട്ട് വന്ന കുട്ടിയായിക്കോട്ടെ, ഈ കുട്ടിയായിക്കോട്ടെ, എല്ലാവരും നമ്മൾ നോക്കും. എല്ലാവരും അതിന് ആപ്റ്റാണ്. എല്ലാവരും ഫുൾ എന്താ പറയുക, ഫുൾ എഫേർട്ട് ഇട്ടാണ് അതിന് വേണ്ടി നിൽക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടീമിന്റെ വലിയൊരു പ്രത്യേകത. അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള പാട്ടുകൾ ഏതൊക്കെയാണ് നിങ്ങളുടെ? ഇപ്പൊ ഉള്ളതില് ഇപ്പൊ ഈ കാവടിയുടെ സെറ്റാണ് ഭയങ്കര നല്ല ഫാൻസ് ആയിട്ടിരിക്കുന്നത്. കാവടി വേണം തന്നെ പറയും. പിന്നെ നമ്മളെ തെയ്യത്തിനും അത്യാവശ്യം ഫാൻസ് ഉണ്ട്. പിന്നെ വളകിലക്കണാണ് വൈറലായി കയറിയത്. അതിലാണ് അമൃത പമ്പരം കറങ്ങണ പോലെ നിന്ന് കറങ്ങി. എവിടെ അമൃത? എന്താ വരാഞ്ഞ? അമൃത ടൂർ പോയേക്കണ. അമൃത ടൂർ പോയിരിക്കുന്ന. ഇന്നലെ അവിടെ പ്രോഗ്രാമിന് വന്നിട്ടേ വേഗം വീട്ടിൽ പോവാ, ഉറങ്ങാനൊന്നും പറ്റില്ല. വീട്ടിൽ ചെന്ന് നേരെ അങ്ങോട്ട് പോയി. ഫാമിലി ആയിട്ട് പോണെന്ന് വെച്ചാലേ ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെയാണ്. ലീവ് കിട്ടാൻ പാടല്ലേ? ലീവില്ല. അതിന് എനിക്ക് അല്ല, ഇവരും ഫാൻസും കൂടെ എനിക്കെതിരെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ട്രോളിക്കൊണ്ട്. ലീവില്ലാന്നും പറഞ്ഞു. ലീവില്ല തലയിലൊക്കെ ഒരു കിരീടം വെച്ചിട്ട് അനുവാദമില്ലാന്നും പറഞ്ഞിട്ട്. ലീവിന് ഇതുണ്ടോ? ഫൈൻ അടിക്കോ? എന്നോട് ലീവ് ചോദിച്ചാൽ ഞാൻ പറ്റൂല എന്നറിയുള്ളൂ. നമുക്ക് അവിടെ കിടന്ന് മരിക്കാം എന്നാ ഞാൻ പറയുള്ളൂ. ലീവ് വേണമെങ്കിൽ വയ്യ ചേച്ചി വാ നമുക്ക് അവിടെ കിടന്ന് മരിക്കാം അങ്ങനെ പറയുള്ളൂ. ദുഷ്ടസ്ത്രീയാണോ ഇത്? കൊള്ളാം, അടിപൊളി. അങ്ങനെയൊക്കെയാണ് പോകുന്നത് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇത്രയും ടീംസ് ഉണ്ട്. ഇപ്പൊ വീരനാട്യം അത് നമുക്ക് പറയണം കേട്ടോ. വീരനാട്യം എന്നുള്ള ഒരു ടേം കൊണ്ടുവന്നത് നിങ്ങളാണല്ലേ? അതെ. അതിന്റെ പിന്നിലെ ഒരു സ്റ്റോറി, അത് അതിന്റെ പിന്നിലെ സ്റ്റോറി എന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് സന്ദീപ് ഏട്ടനാണ് ആ പേര് നമുക്ക് ചെയ്തു തന്നത്. എന്ന് വെച്ചാല് ആളാണ് ഞങ്ങളെ വൈറലാക്കിയത്. അന്ന് ഒരു യൂട്യൂബർമാരും ഇല്ല, ആരുമില്ല. ആള് നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതുപോലെ എല്ലാവരും എടുക്കണതിൻ്റെ ഇടയിലാണ് ഇതുപോലെ ഉള്ള കൈകൊട്ടിക്കളി ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ വീഡിയോ. അപ്പൊ ഞാൻ ആദ്യം മെസ്സേജ് അയച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ നിങ്ങളെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജിൽ എന്നോട് പറഞ്ഞു നിങ്ങളെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, ആദ്യമേ തുടങ്ങി വിചാരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ നമ്മളതൊന്നും നോക്കാണ്ട് ബാക്കിൽ കൂടെ പോകണിച്ചായിരുന്നു. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഒട്ടും പരിചയമില്ല. ഇപ്പൊ അങ്ങനെയല്ല കേട്ടാ, ഞങ്ങളുടെ ഫാമിലിയാണ് അവര്. ഇവര് കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് എന്തുമായ ഒരു രീതിയാണ് അല്ലെങ്കിൽ നമുക്ക്. അപ്പൊ ആളാണ് ഇങ്ങനെ ഇതിനൊരു പേരിടണം എന്ന് വെച്ചാൽ കിടിലത്തിലേക്ക് വിളിക്കണം നമ്മളോ പ്രോഗ്രാം ചെയ്യാനായിട്ട്. അപ്പൊ അവരെന്തായാലും ചോദിക്കുമല്ലോ ഇതിന്റെ പേരെന്താണെന്ന് ചോദിക്കുമല്ലോ. അപ്പൊ സന്ദീപേട്ടനാണ് പറഞ്ഞത് ഇതിന് വീരനാട്യം എന്ന് പേര് കൊടുക്കുക. വനിതകളെല്ലാരും കൂടി ധീരതയോടുകൂടി ഇങ്ങനെ എനർജിയിലാടണല്ലേ. അപ്പൊ ഇതിന് ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഡാൻസ് രൂപമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നെഗറ്റീവുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു? നമുക്കറിയില്ലായിരുന്നു. അത് ഞങ്ങളതൊന്നും കണ്ടിട്ടൊന്നുമില്ലല്ലോ. നമ്മളൊരു പേരിട്ടു. അത് ശരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയം, പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും. എനിക്കുണ്ടായിരുന്ന ഒരു സംശയമാണ്. ഞാനടക്കം ആൾക്കാർ കരുതിയിരുന്നത് ഇത് വേറൊരു ഡാൻസ് ഫോം എന്തോ ഉണ്ട്, വീരനാട്യം എന്നുള്ള പഴയ പണ്ട് തൊട്ടുള്ള എന്തോ ഒരു ട്രൈബൽ ഡാൻസ് ഫോം എന്തോ ആണ്. അപ്പൊ അത് നമ്മളിപ്പോ പുതിയ പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്തതാണെന്നാണ് ഞാനടക്കം എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ വീരനാട്യം എന്നുള്ളൊരു പേരിട്ട് അങ്ങനത്തെ ഒരു കലാരൂപമേ സൃഷ്ടിച്ച ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. ഞാനിത് ആദ്യം പറയേണ്ടത്. ഒരുപാട് യുദ്ധം പറ്റിയിട്ടുണ്ട് ഇത് പറഞ്ഞിട്ട് കമന്റുകൾ വരുമ്പോ ആള് കുറെ ഇങ്ങനെ തിരിച്ചു പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവരിങ്ങനെ വീണ്ടും വെരി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവർ ചേച്ചിമാരെല്ലാം കൂടെ തിരുവാതിര കളിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് അവര് കുറച്ച് നല്ല ഇച്ചിരി കൂടെ കുറച്ച് ബീത്തൊക്കെ ഉള്ള പാട്ടുകളൊക്കെ വെച്ച് ചെയ്യാൻ നേരത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള തിരുവാതിര കളിയെ മാറ്റിമറിക്കുന്നു എന്നൊക്കെ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നപ്പം ഇവർ ഭയങ്കര ഈ പറഞ്ഞ പോലെ വനിതകളെല്ലാവരും കൂടെ ധീരതയുടെ മുന്നിൽ വന്ന് ഫുൾ എനർജി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിന് ആ വീര എന്നുള്ള ടേമും പ്ലസ് ഇതൊരു ഡാൻസ് ഫോം ആയതുകൊണ്ട് നാട്യം കൂടെ ആഡ് ചെയ്ത് വീരനാട്യം എന്ന് ഇവര് പേരിട്ട് ഇവർ കൊണ്ടുവന്നു. തീരെ നിലത്ത് നിൽക്കുന്നില്ല, താഴത്ത് ഭൂമിയിൽ കാല് കുത്തുന്നത് കുറവാണല്ലോ, വളരെ കുറവാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിന്നിട്ട് ചെയ്യുക. അതായത് ധീര അങ്ങനെ ഉദ്ദേശിച്ചത് വീടുകളിൽ കേരളത്തിൽ മൊത്തത്തിലേക്ക് 500 പേരെങ്കിലും കാണും ഇങ്ങനത്തെ കൈകുട്ടികളി. കുടുംബശ്രീ പോലെ മൊത്തത്തിലല്ലേ അത്രയും ടീം അങ്ങനെയുണ്ട്. പിന്നെ ഈ വീരനാട്യം കണ്ടിട്ട് അത് അനുവദിക്കാണ്ട് വേറെ പേരിട്ടവരൊക്കെ ഉണ്ട് കേട്ടാ ഈ കൈകൊട്ടിക്കളി. അതായത് ആലിംഗലമ്മ നമ്മൾക്കൊരു ടീമിനെ നമ്മൾക്കറിയില്ല, പക്ഷെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. ആലിംഗലമ്മ വേറെ ആർക്കും ചാൻസ് കൊടുക്കില്ല,
അങ്ങനെയൊക്കെ പറയണ കുറേ ഒരു തെറ്റിദ്ധാരണകൾ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ പ്രോഗ്രാം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് കൊടുത്തിരുന്നു കോണ്ടാക്ട്. അതായത് നമ്മൾക്ക് കിട്ടാത്ത, നമ്മളിൽ ഒഴിവില്ലാത്ത, അതായത് ഞങ്ങൾ ബുക്കിംഗ് ആണ് ഓൾറെഡി, അതിന് പറ്റിയ വേറെ ടീം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ടീമുകൾ നമ്പർ നമ്മൾ കൊടുത്തിരുന്നു, കോണ്ടാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അറിയണത് നമ്മൾക്കുള്ള ഒരു നെഗറ്റീവ് ഉണ്ടാക്കി വന്നിട്ടാണ് അവർ പോണെന്നാ. നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ പോലെ തന്നെ അവർ മുന്നോട്ട് വന്നോട്ടെ എന്നുള്ള രീതിയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ വീരനാട്യം കളിക്കാനായിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ തന്നെ ഓർമ്മ വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിതുപോലെ പണ്ട് ചോദിച്ചു ചെന്ന വേദികളുണ്ടല്ലോ, അപ്പോൾ അവരും അതുപോലെ ആലിംഗലമ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വേദി ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ ഇന്നലെയും ഒരു ടീം ഉണ്ടായിരുന്നു അവിടെ നമ്മളടുത്ത് കളിച്ചോട്ടേന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അനുവദിക്കുക. നമ്മളെ കേരളത്തിലെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ 10 മണി കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും ഓരോ ടീമിന് നമ്മൾ കൊടുക്കേണ്ട ഒരു 15 മിനിറ്റ് കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളോട് 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ ആ കളിക്ക് അരമണിക്കൂർ അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. പിന്നെ നമ്മളത് ഓഫ് ചെയ്യിപ്പിച്ചാൽ അവിടെ നെഗറ്റീവായി, അല്ലെങ്കിൽ അമ്മ അതങ്ങനെ ചെയ്യിപ്പിച്ചു എന്നോ പറയുള്ളൂ, അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം അത് കാരണം ഞങ്ങൾ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മേനായിട്ട് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പറയുന്നുണ്ട്. ചിലയിടത്ത് കമ്മിറ്റിക്കാർ സമ്മതിക്കില്ല, അവർക്ക് ആലിംഗലമ്മ മാത്രം മതി, വേറെ ഒന്നും വേണ്ട, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നിങ്ങളെ ഉത്തരവാദിത്വമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വീരനാട്യം കൊണ്ടുവന്ന് നമ്മളത് ജനപ്രിയമാക്കിയിട്ട് കൈകൊട്ടിക്കളിയിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചേച്ചി, ഇപ്പം എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ എല്ലാവരും എല്ലാ ദിവസവും മാനസികമായിട്ടൊക്കെ ഓക്കെ ആവണമെന്നില്ല. എല്ലാവരും പല പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത് പോകുന്നത്? അതിൻ്റെ കാരണം അത് ഒരനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഗ്രൂപ്പ് മെമ്പറായിട്ടുള്ള അഭിനവ് എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മ, ആള് പേഷ്യൻ്റ് ആയിരുന്നു, ഡയാലിസിസ് പേഷ്യൻ്റ് ആയിരുന്നു. പെട്ടെന്നാണ് ആൾക്ക് അസുഖം വന്ന് കൂടിയിട്ട് മരണപ്പെടുന്നത്. ഞങ്ങൾക്ക് പ്രോഗ്രാം ഉള്ള ദിവസമായിരുന്നു. അന്ന് ഞങ്ങൾ ഒരുപാട് സങ്കടത്തോടു കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയത്. കാരണം എന്ന് വെച്ചാൽ ആ ചേച്ചി അങ്ങനെയാണ് നമ്മളോട്. എന്നുവെച്ചാൽ അവളുടെ ഈ ഗ്രൂപ്പിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവളുടെ അമ്മയാണ്. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമിന് ഇറങ്ങണ വഴിക്കാണ് ബോഡി കൊണ്ടുവരുന്നതും അത് കാണാൻ പോണതൊക്കെ. അന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളൂ, നമ്മളത് പ്രോഗ്രാം സ്ഥലത്ത് നമ്മൾ കാണിക്കാൻ പാടില്ല. പക്ഷെ ലാസ്റ്റിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു സങ്കടത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കണത്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയതെന്ന്. ചില ആൾ കണ്ടാൽ അങ്ങനെ തോന്നില്ല, പേഷ്യൻ്റാണെന്ന് തോന്നില്ല, എപ്പോഴും അണിഞ്ഞൊരുങ്ങി നല്ല രീതിയിൽ നടക്കുന്ന ഒരു ചേച്ചി. അപ്പോൾ പെട്ടെന്ന്, അധികം വയസ്സൊന്നുമില്ല, പെട്ടെന്നാണ് അവൾ. അപ്പോൾ അഭിനയില്ല, ഗ്രൂപ്പിലില്ല. 1 വർഷത്തോളം നമ്മുടെ ഗ്രൂപ്പിൽ അവള് ചെയ്യണില്ല, അമ്മ മരിച്ചായിരുന്നുണ്ട്. പിന്നെ ആള് ബാംഗ്ലൂർ ചേർന്നേക്കാണ്, നഴ്സിങ്ങിന് ചേർന്നേക്കാണ്. അപ്പൊ ഇടയിൽ വരുമ്പോ ഒരാഴ്ച കഴിഞ്ഞ് അമ്മ മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്, പോകേണ്ട കാര്യങ്ങൾ എല്ലാവരും എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിലെ വിവരങ്ങൾ അപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നു. ആ സമയത്ത് പേഴ്സണലി ഇവൾക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി എന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ആലിംഗലമ്മേന്ന് മാറ്റല്ലേ, ഞാൻ ആദ്യം വന്ന് ഓപ്പൺ ചെയ്യണ ആ ഗ്രൂപ്പാണ് എൻ്റെ ഒരു സന്തോഷം, എന്നെ അതിൽ നിന്ന് മാറ്റല്ലേ, എന്നെ ആഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആള് അത്രയും അറ്റാച്ച്മെൻ്റ് ആയിട്ടാണ് നമ്മളോട് എല്ലാവരും. അല്ലാതെ എല്ലാ ആർട്ടിസ്റ്റുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഒരു ജോക്കർ ഫിലിമിലൊക്കെ പറയുന്നത് എന്ത് സംഭവിച്ചാലും ഷോ മസ്റ്റ് ഗോ. നമ്മളത് അവിടെ കാണിക്കാൻ പാടില്ലല്ലോ. നിങ്ങള് പ്രോഗ്രാം കണ്ടതിലൊരു ആളെന്നുള്ള രീതിക്കാണെങ്കിലും നിങ്ങൾ തുടങ്ങുമ്പോൾ തൊട്ട് അതെല്ലാവരും പല്ല് കാണിച്ച് ചിരിച്ചാ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തൊണ്ട പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും, നിങ്ങൾ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും അത് ഓഡിയൻസിനെ അറിയിക്കാതെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാണ്. ഇതില് ചില സ്റ്റെപ്പുകളൊക്കെ തെറ്റുമ്പോ ഭയങ്കര ചിരിക്കുള്ള ഫസ്റ്റ് കണ്ടുപിടിക്കാം. ആണോ? അപ്പൊ അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കും. അപ്പൊ പിന്നെ അതുണ്ടാവട്ടെ അതിന്റെ ഇടയിലൊക്കെ അങ്ങനെയുള്ള കൂട്ടച്ചിരി കൂട്ടിടി അങ്ങനെ എല്ലാം ഉണ്ടാവാറുണ്ട്. ചിലപ്പോ നമ്മളെ സ്റ്റെപ്പ് അടക്കം തെറ്റിച്ചാൽ നമ്മളോട് അങ്ങോട്ട് പോകണേ നമ്മളോട് ഇങ്ങോട്ട് വാങ്ങോട്ട് പറയും. നമ്മൾ ഓർമ്മയിലാണ് അങ്ങോട്ട് പോകും. അതായിരിക്കൂല, അതൊക്കെ കുറുമ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ. ഇതൊക്കെ ഭയങ്കര
ഇതായിട്ടാണ് അല്ലെ ചേച്ചിയുടെ ഇപ്പൊ ഈ പറഞ്ഞ വീഡിയോ കാണുന്ന റീൽസ് ഒക്കെ കാണുന്നവർക്ക് അത് മനസ്സിലാവത്തില്ല. നമ്മൾ റീൽസ് കാണുമ്പോൾ ഒരു 60 സെക്കൻഡ്സ് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരാളെ ഫോക്കസ് ചെയ്ത് കാണുന്നതിനകത്ത് ബാക്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ അവിടെ നടക്കുന്ന ലൈവായിട്ടുള്ളവർക്ക് കാണുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ല, റീലിൽ കണ്ടപ്പോൾ കൊള്ളാം എന്ന് വിചാരിച്ച് പേര് നോട്ട് ചെയ്യാതിരുന്നൊരു ഞാൻ ഒരു പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഫാനായി മാറി. ഞങ്ങൾ ഇതുപോലെ മലപ്പുറത്ത് പ്രോഗ്രാം ചെയ്യാൻ പോയി, മലപ്പുറത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ചാനൽ ചെയ്യണ ഒരു പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്തിട്ടുള്ളത് അമൃതനെയാണ്. കാരണം അമൃത ഇങ്ങനെ തലാട്ടി തന്നെ കളിക്കുള്ളൂ, എപ്പോഴും തലാട്ടി പാടി. ഞാൻ പറഞ്ഞില്ലേ പാട്ട് തെറ്റായിരിക്കും പാടുന്നത്, പക്ഷേ അങ്ങനെയാണ് ചെയ്യുക. അപ്പം ഇവള് കുറച്ച് ഓവറല്ലേ ചാട്ടം, പക്ഷെ അവൾ കളിക്കണത് നേരിട്ട് കണ്ടാൽ നമുക്കത് ഇഷ്ടാവും, നോക്കി ഇങ്ങനെ ഇരുന്ന് പോകും നമ്മൾ. അത് മിക്കവരും അപ്പൊ എന്നോട് പറയണേണ്, ഞാൻ ഇത്തിരി നേരം കണ്ട ഇത്തിരി സെക്കൻഡ് കണ്ട നിങ്ങളുടെ റീൽസിന് വെച്ചിട്ട് നിങ്ങളെ ട്രോളി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ അത്രയും ഇതായി, പക്ഷെ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾ ഇതിന്റെ പിറകെ നിൽക്കണം എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ്. ഇനി ഒരിക്കലും നിങ്ങൾക്കെതിരെ ഞാൻ നെഗറ്റീവ് ചെയ്യില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരുപാട് അനുഭവം നേരിട്ട് കാണാം. വീഡിയോസിൽ ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ്സ് ഇടുന്നവരെ പോലും ശരിക്കും ചേച്ചി പറയേണ്ട കാര്യം അവർ ഒരിക്കലെങ്കിലും നിങ്ങളുടെ പ്രോഗ്രാം നേരിട്ട് കാണും. ഞാൻ തിരിച്ചങ്ങനൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് കാണൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മളുടെ ഗ്രൂപ്പിൽ ഏറ്റവും സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരാളും കൂടി ഉണ്ട്, നീതു എന്നാണ് പേര്, അവളുടെ പേര്. അവളെന്ന് വെച്ചാൽ ഫസ്റ്റ് അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, അമ്മ മരിച്ചു. 1 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ആള് ഒന്ന് ഓക്കെ ആയി വന്ന സമയത്ത് തന്നെ ബ്രദർ സൂയിസൈഡ് ചെയ്തു. ആകെ ഒരാങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അതിൽ നിന്ന് മുക്തി നേടി വരുന്ന സമയത്താണ് അവൾക്ക് ക്യാൻസർ ആണെന്ന് അറിയണത്. അങ്ങനെ ആ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട്, ആ ചേച്ചി ഏത് നേരവും തെറ്റിച്ച് കളിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ചേച്ചി സ്ലോ ആണല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവളെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾക്കൊരു ഹാപ്പി നമ്മളെ ഗ്രൂപ്പിൽ വന്ന് കളിക്കണം. ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ആരോഗ്യം ഓക്കെ ആണെങ്കിൽ നിന്റെ വീട്ടിലുള്ളവർ സമ്മതിച്ചാൽ, ഡോക്ടർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ശരിക്കും 1 വർഷത്തിൻ്റെ അടുത്തായിട്ട് നീതു നമ്മളെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം അതാണ് ധീര വനിത ഗ്രൂപ്പില, വീരനാട്യം അല്ലേ എന്നുവെച്ചാൽ അത്രയും എഫേർട്ട് എടുത്തിട്ട് അല്ല, അങ്ങനെയുള്ള എല്ലാവർക്കും ആ ഒരു അസുഖം അവൾക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് തരണം ചെയ്ത് മുടി പോയി എന്ന് വെച്ചാൽ സൗന്ദര്യത്തിൽ ഭയങ്കര ശ്രദ്ധ ഉള്ള ഒരാളാണ്. പക്ഷെ ഗ്രൂപ്പിലെല്ലാത്തിനുമില്ലേ എല്ലാം മാച്ച് ചെയ്യുള്ളൂ. വിഷറി പച്ചരിക്കും കൊണ്ടുവരണ അതെടുക്കും, ആ കളറായിരിക്കുള്ളൂ, അങ്ങനെയൊക്കെ എല്ലാം മാച്ച് ചെയ്യണ ഒരു സംഭവമാണ്. അത്രയും ഇതായി നിൽക്കണ അവൾക്ക് അത്രയും സൗന്ദര്യമൊക്കെ നല്ലോണം ഇതായിരുന്നു. ഞങ്ങളെ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്, നെഗറ്റീവും വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് വരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീതു സ്ലോവി കളിക്കാൻ കണ്ടിട്ടാണ് ഞാനാണെന്ന് വിചാരിച്ചിട്ട് എന്നെ കുറേ നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആ ചേച്ചി വരുമ്പോൾ ആ ചേച്ചിനോട് കുറേ പേർക്ക് അറിയാഞ്ഞിട്ടാ അതിൻ്റെ പിറകിലത്തെ സംഭവം, കുറേ പേർക്ക് അറിയാം. അങ്ങനെയൊക്കെ ഉള്ള കുറേ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ചില ദിവസം എന്ന് വെച്ചാൽ വീട്ടിലെന്തെങ്കിലും വിഷമങ്ങളായിട്ടായിരിക്കും വന്ന് നിൽക്കണുണ്ടാവുക, നമ്മൾ പക്ഷെ കാണിക്കുന്നില്ല. ഇതിലൊക്കെ അഭിനയ സിംഹമാണ്, ഉള്ളിലൊരു വലിയ കരയുന്നൊരു ഹൃദയമുണ്ട്. അവളെ ബ്രദർ വയ്യാത്തൊരു കുട്ടിയാണ്. അപ്പം അങ്ങനെയൊക്കെ നമുക്കതൊക്കെ ഒരു എന്ന് വെച്ചാൽ അവരെ വീട്ടിലെ വിഷമം നമ്മളുടെ വീട്ടിൽ, നമുക്ക് 2 ഫാമിലി അല്ലേ ഇപ്പം. അപ്പോൾ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന വിഷമങ്ങളുടെ മാറ്റം നമുക്ക് വേറൊരു ഫാമിലി ഉണ്ട്, അങ്ങനെ പോകുന്നു. ചേച്ചി ഇപ്പം ഈ പറഞ്ഞ പോലെ ബാക്കി ഡാൻസ് ഫോം പോലെ അല്ല ഇത്, പെട്ടെന്ന് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു വീരനാട്യം കൈകൊട്ടിക്കളി എന്നുള്ളത് എല്ലാവരിടത്തും അറിയുന്നതും വീഡിയോസ് ഒക്കെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചേട്ടന്മാര് കളിക്കുന്ന ഇപ്പൊ കുത്തിയാട്ടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നെയും കണ്ടിട്ടൊക്കെ ഉണ്ട്, ചട്ടികുളങ്ങര അങ്ങോട്ടൊക്കെ. പക്ഷെ സ്ത്രീകൾ ഇങ്ങനെ കളിക്കുന്ന ഒരു പാട്ട് എടുക്കരുത്, അതൊരു ഏതൊരു ടീം എടുത്തിട്ട് അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതൊരു അനുഷ്ഠാനമാണ്. അവര് ഇത്രയും വർഷം വ്രതമൊക്കെ എടുത്ത് അവരങ്ങനെ ചെയ്യുന്ന എടുക്കാറില്ല. അതെ അതെ. അപ്പൊ ഞാൻ ചോദിക്കാൻ വരുന്നത്, അപ്പൊ അങ്ങനത്തെ ഒരു കലാരൂപം നിങ്ങളായിട്ട് കൊണ്ടുവന്നു. അതിപ്പോ കേരളത്തിൽ പറഞ്ഞ പോലെ 500-ലധികം ടീമുകൾ തന്നെ ഇത് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ 500-ൽ ചിലപ്പോൾ ഒരു 300 പേർക്കും അറിയത്തുണ്ടാവില്ല നിങ്ങളാണ് തുടങ്ങിയെന്നുള്ളത്. മൂവി ഉണ്ടല്ലോ, ഇന്നസെന്റ് മൂവി ഞങ്ങൾ അഭിനയിച്ച ആ ഒരു പാട്ടിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 140 തിയേറ്ററുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ടീമുകളുണ്ട്. പക്ഷെ അവർക്ക് എല്ലാവർക്കും നിങ്ങളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു പേരിട്ട് തുടങ്ങിയ നിങ്ങളാണെന്ന് അറിയാമെന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ സംശയമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങളിതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു ടീം ഇത്രയും സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ?
ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ നമ്മൾക്കുള്ള കുത്തിത്തിരിപ്പുകൾ വരുന്നുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പോകുന്ന വേദികൾ ഭംഗിയാക്കി കൊടുത്ത് പോരുക എന്നുള്ളത്, അതിൽ ആലിംഗലമ്മ വിജയിച്ചിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് ചില സ്റ്റേജുകളാണ് കുറച്ച് പ്രശ്നങ്ങൾ വരാം. ചില സ്ഥലങ്ങളിൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ നമ്മളെ പ്രോഗ്രാം വെക്കണത്. അപ്പോൾ അവർക്ക് അറിയില്ല, ആദ്യമായിട്ട് വെക്കണ സ്ഥലമായതുകൊണ്ട് അവിടെ നമ്മൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ന സൗകര്യങ്ങൾ സംഭവങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട്. അത് അയച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് ചിലത് കരഞ്ഞു പോകുന്ന സ്ഥലങ്ങളുണ്ട്. കാലുവേദനയൊക്കെ എടുത്തിട്ട് നേരം വെളുക്കുമ്പോഴത്തേനും കോമളിച്ചിട്ട് രാത്രി തന്നെ വെളിച്ചെണ്ണ തേച്ച് കിടക്കും കാലുമ്മല്, അല്ലെങ്കിൽ കുഴമ്പ് എന്തെങ്കിലും തേച്ച് കിടക്കും. രാവിലെ ചൂടുവെള്ളത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വീണ്ടും തിരിച്ചു അടുത്ത പ്രോഗ്രാം ചെയ്യണത് പോയിട്ട്. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫാൻസ് ഉണ്ട്, നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട്. പക്ഷേ ആ ഫാൻസുകൾ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് നിർത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് നാളെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വളരാൻ പാടില്ലല്ലോ. അപ്പം ആ ഒരു രീതിയിലേക്കൊക്കെ ചില ആൾ ഇവർ കൂടുതലും പറയുക ജാടകളാണെന്നാ പറയുക. ഞങ്ങൾ റൂൾസ് വെച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ, അനാവശ്യമായിട്ട് പോയിട്ട് ഒരാളെടുത്തും ചാറ്റോ നിങ്ങളുടെ നമ്പറുകൾ ഒന്ന് പേഴ്സണൽ നമ്പർ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന്. ഇപ്പോൾ കല്യാണാലോചനകൾ വരും, ഞാൻ തന്നെ മുടക്കും. എല്ലാരും ഉറപ്പിച്ച് വെച്ചേക്കണെന്ന് അറിയും. മാമന്റെ മോനായിട്ട് ഉറപ്പിച്ച് വെച്ചേക്കണ. അയ്യോ വരൂലല്ലോ അല്ലേ, ഇതൊക്കെ വരുമല്ലോ ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ കല്യാണത്തിന് വരുമ്പോ മുടക്കും. കുട്ടികൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ ചേച്ചി. അങ്ങനെയല്ല, അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളായിട്ട് അവരിപ്പോഴത് അങ്ങനൊന്നും വേണ്ട, മുടക്കിക്കോ. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള പിള്ളേരാ. അപ്പൊ അവര് ഒരുപാട് ലക്ഷ്യങ്ങൾ. ചേച്ചിയെടുത്താണോ വന്ന് ചോദിക്കുന്നത് ഇന്നാളെ ആർക്കൊക്കെ എന്ത് കല്യാണാലോചന വന്നിട്ടുണ്ട്? എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇതിന് പിന്നെ ഹസ്ബൻഡ് കൂടെ വരണോണ്ട് മിക്ക പരിപാടി സ്ഥലത്തുണ്ടാവും, അതുകൊണ്ട് അറിയാം. ഓക്കെ, നിങ്ങൾക്ക് 24-25 വയസ്സല്ലേ ഉള്ളൂ? 20 ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ. ശരിയാ, 20-21 കുഞ്ഞി പിള്ളാരാ ഇവർക്ക് കല്യാണം ആലോചിക്കുന്നത്. പറയാറുണ്ട് കേട്ടാ, പ്രായം തോന്നിക്കാറുണ്ട്. ഓരോരുത്തർ വന്ന് ചേച്ചിന്നൊക്കെ വിളിക്കുമ്പോ ഇവർക്ക് ചേച്ചി നിങ്ങൾ ഡീഗ്രേഡ് അല്ല, എന്നെ ഇടക്കിടക്ക് ഇവര് എന്നാ ചിറ്റേ അല്ലെങ്കിൽ ചേച്ചി നല്ല പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ. മിണ്ടായിരിക്കാൻ പറയുന്നത് നിങ്ങൾ കണ്ടിന്യൂ, നിങ്ങൾ ഡീഗ്രേഡ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ 20 വയസ്സൊക്കെ ഉള്ളൂ. ഇവര് കല്യാണം എന്ന് ചിന്തിക്കേണ്ട സമയം പോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് കല്യാണാലോചന ഉണ്ടെന്ന് ആരും വരണ്ട, ആര് വന്നാലും ചേച്ചി അത് മുടക്കും. വെറുതെ നിങ്ങൾ കഷ്ടപ്പെട്ട് വരണ്ട. അവര് തന്നെ ഒന്നും പറയാറില്ല. ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ മുടക്കിയിട്ടുണ്ട് കേട്ടോ നിന്റെ ഇത് ഇവള്. ചേച്ചി എന്താ പറയാ? ഞാൻ പറയും അവളുടെ കല്യാണം ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചേക്കണ, മാമന്റെ മോനെ അടുത്ത മാസം ഗൾഫിൽ നിന്ന് വരും. അങ്ങനെയാ ഞങ്ങളുടെ സ്റ്റോറി. പിന്നെ ഇവര് തന്നെ എടുക്കാണ് ഒഫീഷ്യൽ ആലിംഗലമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതില് ഇവര് തന്നെ ഇടും ഇവര് എൻഗേജ്മെന്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. കൊള്ളാലോ, എന്തൊക്കെ കാര്യങ്ങളാ ചേച്ചിക്ക്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാ. കല്യാണം മുടക്കണം, ഫൈൻ അടിക്കണം അല്ലേ, കഷ്ടപ്പാടും കണ്ണീരും ഒക്കെയാണ് ബാക്കി. അങ്ങനെയൊക്കെ കുറെ ഇതുണ്ട് നമ്മൾക്ക്. എങ്ങനെ, അതായത് ഞങ്ങൾ ഇന്ന് വരെയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല നമ്പർ 1 ടീമെന്ന്. നമ്മൾ ഫാൻസ് പറയും കേരളത്തിലെ നമ്പർ 1 അല്ലെങ്കിൽ അമ്മ ഒരു സ്റ്റാൻഡേർഡ് പരിപാടിയാണ് ചെയ്യണം, ആ ഒരു രീതിയിലൊക്കെ പറയും നിന്നിട്ട്. അപ്പോൾ അതിന് നല്ല നെഗറ്റീവ്സ് വരും. ഇവർ വലിയ ടീമാണെന്നാണ് ഇവരുടെ ഭാവം. ഞങ്ങൾ സത്യം പറഞ്ഞ പരിപാടി അവതരിപ്പിച്ച് തിരിച്ചു പോരും. ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വന്ന് അവരുടെ കൂടെ. ഏറ്റവും കൂടുതൽ ഈ ഒരു ഇതിന് ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടായ വിഷമിക്കേണ്ടി വന്നൊരു കാര്യം എന്താ? വിഷമിക്കേണ്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ പിള്ളേർ വീഴുമ്പോൾ നമുക്ക് വിഷമം വരും. അത് ഭയങ്കര സങ്കടമാണെന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടല്ല, അവർക്കും സാധാരണ ഇതിലൊരാളില്ല കേട്ടോ, വലിയ വീടുകളിൽ ഒരു കുട്ടികളും ഇല്ല, എല്ലാവരും സാധാരണ വീട്ടിൽ നിന്ന് വന്ന പിള്ളേരാണ്. അപ്പോൾ അവർക്ക് അതൊരു വരുമാനം കൂടിയിട്ടാണ്. അപ്പം നമുക്ക് വേണ്ടി 100% പണി ചെയ്യണ ഒരു സംഭവമല്ലേ അവർ ചെയ്യണം. അപ്പോൾ ആ നേരത്ത് അവർ വീണിട്ട് ഒക്കെ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള കുറേ അവർക്ക് അടുത്ത ദിവസം പിന്നെയും വരാനൊന്നും പറ്റാതെ വരുമ്പോൾ വീട്ടിലിരിക്കുന്ന കാണുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഓരോരുത്തർക്കും ഓരോ വീടുകളിലെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അവർ വരാതിരിക്കുമ്പോൾ എന്തോ ഇല്ലാത്ത പോലെയാണ് നമുക്ക് കൂടെ. പിറ്റേ ദിവസം
നമ്മളെ കൂടെ എന്തോ ഒരു വലിയ ഒരു സംഭവം. അതാണ് ഇവർക്ക് ലീവ് കൊടുക്കൂല എന്ന് പറയുന്ന മെയിൻ കാരണം. ചേച്ചിക്ക് കാണാതിരിക്കാൻ പറ്റൂല അവരെ. തീരെ പറ്റൂല എന്ന് വെച്ചാൽ എൻ്റെ മക്കൾ തന്നെ ചോദിക്കും, അമ്മക്ക് ആലിങ്ങനെ അമ്മയിലെ പിള്ളേരല്ലേ വലുതെന്ന്. അവളെപ്പോഴും തല്ലാണ്. അതാണ് ചേച്ചിയുടെ മോള്. ഇവിടെ ഇരിപ്പുണ്ട് ഒരു കുറുമ്പി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന എനിക്ക് ഇവിടെ ചെവിയിൽ കേൾക്കാം. തന്നെയാ കൃഷ്ണൻ ദേവിയൊക്കെ ആയിട്ട് വരുന്ന ആളാണല്ലേ. ആ അപ്പൊ അങ്ങനെ ഒക്കെ നമ്മളോട് ചോദിക്കും. വെച്ചാല് ചിലര് നമ്മളോട് വന്നിട്ട് പാര വെക്കൂട്ടാ, ചേച്ചി വിചാരിക്കണ പോലെയല്ല ഇവരൊന്നും ചേച്ചിനോടൊന്നൊക്കെ. പക്ഷെ നമ്മളോടത്ത് ഇപ്പൊ നമ്മ വഴക്ക് പറയുമ്പോ നമ്മളോട് ആ സമയത്ത് അവർക്ക് ചിലപ്പോൾ പിള്ളേരല്ല, അവർ പ്രായതല്ലേ, ചില സമയത്ത് അവർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നുണ്ടാവും. പക്ഷെ അത് നമ്മളോട് മിണ്ടാത്തത് എന്തുകൊണ്ടാ? നമ്മളോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാ, ഒന്നും അറിയില്ല. നമ്മൾ വിഷമിച്ചാല് അവരും ഒപ്പം വിഷമിക്കും. എനിക്ക് പ്രാങ്കൊക്കെ തന്നിട്ടുണ്ട് ഒരു ബർത്ത്ഡേക്ക് നല്ല രീതിയിൽ. ഇവര് തമ്മിൽ തല്ലി പിടിക്കണൊക്കെ പോലെ കാണിച്ചിട്ടേ. ജനുവരി 1 എൻ്റെ ബർത്ത്ഡേ, ന്യൂ ഇയർ കിട്ടിയാണല്ലേ. അപ്പൊ ആ സമയത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇവര് തമ്മിൽ ഒരു പ്രശ്നം. പ്രോഗ്രാം സ്ഥലത്ത് ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലും ഞാനത് അവിടെ തീർത്തിട്ട് അവിടെ നിന്ന് പോവും, പിള്ളേരെ വിടുള്ളൂ. ആ സമയത്ത് സംസാരിക്കും, അവിടെ പോയി ചിലപ്പോൾ നമ്മൾ വിളിക്കേണ്ടി വരും കേട്ടോ, അടി എന്തിനാണ്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവര് എന്ത് ചെയ്തു എന്നറിയാം, രണ്ടാളും വഴക്കിടുന്ന പോലെ അമൃതയും നയനയും കൂടെ ഞങ്ങള് പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബർത്ത്ഡേ ആവുമ്പോ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഞാനും നയനയും ഇങ്ങനെ പ്ലാൻ ചെയ്തു, കൊറിയോഗ്രാഫർ പ്ലാൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഫ്ലവർ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് കൊടുക്കണതിന് മുന്നേ എന്തെങ്കിലും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് തല്ലൊടിക്കാം, ഞാനും കൊറിയോഗ്രാഫറും തല്ലൊടിക്കാന്ന് വെച്ചു. അപ്പൊ അതെന്തായാലും വിശ്വസിക്കൂല, കാരണം ഞങ്ങൾ അങ്ങനെ വഴക്കാവാറില്ല. അപ്പോ ഇങ്ങനെ വെച്ചാൽ ഇതില് വൈറലായിട്ട് ഇരിക്കണ അമൃതയാണ്, ഈ വളകിലിക്കണ പാട്ടുണ്ടല്ലോ അത് വൈറലാക്കിയത് അമൃതയാണ്. അപ്പൊ പെട്ടെന്ന് ദേഷ്യം പറഞ്ഞ ഒരാളും കൂടിയിട്ടാണ് അമൃത. അപ്പൊ ഈ കൊറിയോഗ്രാഫറും കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. സ്റ്റെപ്പ് തെറ്റിക്കുമ്പോ അപ്പൊ പറയും അങ്ങനെ കളിക്കാൻ പാടില്ല. അമൃത അവളുടെ സ്റ്റൈലിലാണ് ചില സ്റ്റെപ്പുകൾ കളിക്കാൻ. പ്രത്യേകത തലയാട്ടി ബൊമ്മ എന്നൊക്കെയാണ് ആൾക്കാർ വിളിക്കുന്നതിനാ. തലയാട്ടി പാടി കളിക്കുള്ളൂ, പൊട്ട തെറ്റാണ് പാടാ. അത് ഇത് ശരിക്കും ഉണ്ടല്ലോ ചേച്ചി സംസാരിക്കുമ്പോ ഈ അമ്മമാര് പിള്ളേരെ പറ്റി ഇരുന്ന് പറയത്തില്ലേ, ഇത് രാവിലെ ആണെങ്കിൽ 12 മണിക്കാ, ആ രീതിയിലാണ് ചേച്ചി സംസാരിക്കുന്നത്. പാട്ട് പാടിയേ കളിക്കുള്ളൂ, പക്ഷെ പൊട്ട തെറ്റാ. ഓക്കെ, അവര് വഴക്കുണ്ടാക്കി, അത് ചേച്ചി വിശ്വസിച്ചു. ഞാൻ കരഞ്ഞു എന്ന് വെച്ചാല് അത്രയും ആൾക്കാര് നമ്മുടെ ചുറ്റും പരിപാടി കാണാൻ വന്നിരുന്ന് നമ്മളെ തന്നെയല്ലേ നോക്കിയിരിക്കുന്നത്. ആ സമയത്ത് ഇവരോട് നിർത്തടി നിർത്തണ്ടേ, നിങ്ങൾ പിന്നെ സംസാരിക്കാം എന്നിട്ടില്ല നമുക്ക് പുറത്തു പോയി സംസാരിക്കാം എന്ന് വെച്ചാല് ആദ്യമായിട്ടുണ്ടായ സംഭവം. വഴക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ലാസ്റ്റ് പൂ കിട്ടിയപ്പോഴാണ് കഴിഞ്ഞത്. അപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഇവിടെ നടന്നത്. നിങ്ങൾ വഴക്കുണ്ടായിക്കോ, എനിക്കെന്തിനാ പൂ. അങ്ങനെയൊക്കെ ഉള്ളൊരു സർപ്രൈസ് ഒക്കെ തരുന്നുണ്ട് ഇടക്കിടക്ക്, അങ്ങനെയൊക്കെ തരും. കൊള്ളാം. ഞാനതിങ്ങനെ കേട്ടിട്ട് വീട്ടിലൊക്കെ ഇരുന്ന് വിശേഷം പറയുന്നത് കേട്ടോണ്ട് ഇന്റർവ്യൂ ആയിരുന്നു, മറന്നുപോയി. കണ്ടിന്യൂ ചെയ്തിട്ട് ഞാനത് കേട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിരിക്കുക, മറന്നുപോയി ക്യാമറ വെച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് കുറച്ചൊരു സംസാരിച്ചപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. കാര്യം ആ ഒരു പ്രോഗ്രാം കണ്ട്, നമ്മളെപ്പോഴും ഒരു പ്രോഗ്രാം കണ്ട് അതിൻ്റെ ഇമ്പാക്റ്റിലിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം. നിങ്ങളിപ്പോൾ പറയുമ്പോൾ ഞാൻ ആ കണ്ടതാണല്ലോ, ആ വിഷ്വൽസാണ് എൻ്റെ മനസ്സിലും പോകുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിൽ നിന്നുള്ള ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പുറത്തു നിന്നൊക്കെ വരുന്നുണ്ട്, ഗൾഫിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും ബ്രാഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ മെയിനായിട്ട് പോയി പഠിപ്പിച്ചാൽ മതി ഓരോ സ്ഥലത്തൊക്കെ. അത് ചോദിച്ച ഒരു പ്രാവശ്യം ദുബായിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ വന്ന് പഠിപ്പിച്ചു കൊടുക്കുമെന്ന്. ഓ അങ്ങനെ. അത് നീ പറ്റിച്ചതാണോ അല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാൻസ് വരാറുണ്ട്, ഞങ്ങളോട് എല്ലാവരോടും ഇതുപോലെ ചോദിക്കാറുണ്ട്. പിന്നെ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു ആഫ്രിക്കയിലെ എന്തോ മലയാളി അസോസിയേഷൻ്റെ, അതല്ല ആദ്യം ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു 10 ആള് മതി എന്ന് പറഞ്ഞു. ഞാൻ നേരെ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം എല്ലാവരും ഒറ്റ മറുപടിയാണ്, ഒരാളെയും മാറ്റി നിർത്തി നമ്മൾ ചെയ്യില്ല, പോണുണ്ടെങ്കിൽ ഒന്നിച്ച് എല്ലാവരും കൂടെ. അങ്ങനെയാണ് നമ്മളിത് ഇതാക്കിയത്. പിന്നീടാണ് നമ്മൾക്ക് എല്ലാവരെയും കൊണ്ടുപോകാനുള്ള ഒരു ചാൻസ് വന്നപ്പോഴാണ് ഇപ്പൊ ഈ തൃശ്ശൂർ പൂരത്തിന്റെ
സംഭവം. പക്ഷെ ഉറപ്പ് തന്നിട്ടുണ്ട്, എന്തായാലും കൊണ്ടുപോയിരിക്കും എന്നുള്ളൊരു ഉറപ്പ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ രാജ്യത്തിലും ഒക്കെ പോയി പ്രോഗ്രാം ചെയ്തത് ഇങ്ങനെ വളർന്ന് വളർന്ന് വലുതാക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഫാൻ ബേസ് ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി പല പല ആഗ്രഹങ്ങൾ വേറെ ഉണ്ടാവുമല്ലോ. കുറേ പ്രത്യേകതകൾ നമ്മൾക്ക് ഇതിൽ വന്നിട്ട് കിട്ടി. ഒരു വരുമാനമായി എല്ലാവർക്കും, എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഈ ജോലിക്ക് പോണവർ തന്നെ ആഴ്ചയിൽ 2 ദിവസം വരണത് എന്തുകൊണ്ട് ഇത് അവർക്ക് വേറെ എന്തെങ്കിലും കാര്യം നോക്കിയാൽ മതിയില്ല, അവർക്ക് അത് ചെയ്യണുണ്ട് നല്ലതായിട്ട്. ഇതാണ് സന്തോഷം. അതുകൊണ്ടാണ് ഓടി വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണക്കൊക്കെ നോക്കി വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുറവായിരിക്കുള്ളൂ, ഈ എല്ലാ ദിവസവും പറഞ്ഞവർക്ക് ഉണ്ടാവണം തുക വേറെ ആയിരിക്കുള്ളൂ. അപ്പം അതിലൊക്കെ അതൊന്നും ആരും ശ്രദ്ധിക്കണമല്ലോ. അതിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ് അതിൻ്റെ വലുത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിനായിട്ടുള്ള സന്തോഷം കുറവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഒന്ന് ചേച്ചി സിനിമക്കൊക്കെ പോട്ടെ, വേണ്ട അങ്ങനെ പറയുള്ളൂ. കല്യാണം ഉണ്ട്, പറ്റൂല, അതേ ഇയാള് കല്യാണത്തിനായാലും മറ്റാള് പോവൂല. ഓക്കെ, അപ്പൊ ആൾക്കാരില്ല, കുറഞ്ഞു പോകും. അപ്പൊ അതേ അവളെ പറഞ്ഞില്ലേ, അപ്പൊ എന്നെ പറഞ്ഞ സ്കൂളിലൊക്കെ പോകുന്നല്ലേ ഭയങ്കര സ്ട്രിക്റ്റാ, എങ്ങും പോകാനൊന്നും പറ്റൂല. നിങ്ങൾ മറ്റേ ബോർഡിങ്ങിലായ അവസ്ഥയാണ്. കാലന്റെ കിരീടൊക്കെ വെച്ചിട്ടാണ് എന്നെ ഇവര് എല്ലാരും കൂടെ ബോർഡിങ്ങിലായ പോലെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു റീൽസ് ഇറക്കി. നിങ്ങൾ വാഴ സിനിമ ഉണ്ടോ? അതിലെ സിസ്റ്ററിനെ പോലെ ഉണ്ടെന്ന് കേട്ടിട്ട് ഒന്നിനും വിടൂല എന്നൊക്കെ പറയുന്നത് കേട്ടു തുടങ്ങിയിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. വാർഡൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള. സിനിമ കാണാൻ പോകാൻ സമയം തന്നില്ല, എന്നാലല്ലേ കാണാൻ പറ്റുമല്ലേ. ചേച്ചി എന്നാ ഇവരെ കൊണ്ടുപോകും സിനിമയ്ക്ക്? ഇന്നിപ്പോ ഇവിടെ സിനിമ കാണാൻ പോവാട്ടാന്ന് പറഞ്ഞപ്പോ, അപ്പൊ ഇന്ന് ഇവിടുന്ന് പോകുമ്പോ നിങ്ങൾ സിനിമയ്ക്ക് പോകും? ഞങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന ദിവസം ഞങ്ങൾ പോകും, കറങ്ങാൻ പോകും, അങ്ങനൊക്കെ അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഫ്രീ കിട്ടാറില്ല. ഞങ്ങള് മെയില് ഒഴിവ് ഉള്ള ഒരു 2-3 ദിവസം ടൂർ പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും കൂടെ എല്ലാ കൊല്ലം പോകാറുണ്ട്. ഓ, അതുണ്ടല്ലേ അതിനിടയ്ക്ക്. അങ്ങനെയൊക്കെ ചെയ്യും. അടിപൊളി. എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ. കുറച്ചും കൂടെ വലിയ വലിയ, ഇപ്പഴേ നിങ്ങൾ നല്ല ഉയരത്തിൽ 100K അടിച്ച വീരനാട്യം ടീം ആലിംഗലമ്മ നിങ്ങളുടെ ടീമാണ്. 1 മില്യനൊക്കെ അടിക്കട്ടെ, ഇനി ഇങ്ങോട്ട് കത്തി കത്തി കയറട്ടെ. അപ്പൊ എല്ലാവർക്കും എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും ഒത്തിരി അങ്ങനെ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ ചെയ്തതിൽ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം. ശരി ചേച്ചി, താങ്ക് യു. നമസ്കാരം. നന്ദി, നമസ്കാരം.